നമസ്കാരം, ഞാൻ രേവത് ബാബുവാണ്. ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമ്മുടെ അരിക്കൊമ്പൻ്റെ അപ്ഡേറ്റ് കിട്ടണില്ല. അരിക്കൊമ്പൻ്റെ യാതൊരു വിവരം കേരള സമൂഹത്തിലെ അരിക്കൊമ്പനെ സ്നേഹിക്കുന്നവർക്ക് കിട്ടണില്ല എന്ന് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അരിക്കൊമ്പൻ ചെരിഞ്ഞു എന്നുള്ളൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. അരിക്കൊമ്പനെ ഇല്ലാതാക്കി എന്നുള്ളൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഒരു പുതിയ അപ്ഡേറ്റും കേരള സമൂഹത്തിലേക്ക് തുറന്നു വിടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു അപ്ഡേറ്റ് നാളെ സമൂഹത്തിന് മുൻപിൽ വിട്ടു കഴിഞ്ഞാൽ അത് അരിക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാനയ്ക്ക് ദോഷകരമായി വരികയും ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അരിക്കൊമ്പനുള്ളത് കോതയാറ് അരിശിമുത്തയ്യൻ കോവിലിന് സമീപത്ത് സ്ഥിരമായി വെള്ളം കുടിക്കാൻ വരികയും കാട് കയറുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത നിയമ നടപടി എന്ന് പറയുന്നത്, അരിക്കൊമ്പൻ ഒരാളെയും ഉപദ്രവിച്ച് കൊന്നിട്ടില്ല എന്നുള്ളതും ഒരു റേഷൻ കട കുത്തിപ്പൊളിച്ചിട്ടില്ല എന്നുള്ളതും ചിന്നക്കനാല് നിവാസികൾക്കറിയാം. അവിടെ ആദിവാസികളായ ഒരുപക്ഷം മനുഷ്യന്മാർക്കറിയാം. പക്ഷെ അതിനായിട്ടുള്ളൊരു തെളിവ് സമൂഹത്തിൽ നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ആനയുടെ നിരപരാധിത്വം തിരിച്ചറിഞ്ഞ് ആ ആനയുടെ ആവാസ മേഖലയായ ചിന്നക്കനാലിലേക്ക് വീണ്ടും കൊണ്ടുവരാനായി നമ്മൾ ഒന്നടങ്കം അമ്മമാർ ഇപ്പോഴും പ്രാർത്ഥനയിലാണ്. അതുപോലെ തന്നെ അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിൽ എത്തിച്ചിരിക്കും.